വെറുതെ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നതിലുപരി അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ മാനേജറിയൽ പോസ്റ്റ് മീൻസ് ആ ഒരു ലെവലിലോട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ച് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വലിയ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ പാസ്സാവാൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ജീവിക്കുന്ന എവിഡൻസ്. അപ്പോൾ CMA USA പഠിക്കുന്ന ഒരാൾക്ക് ഡിഗ്രി അത്രയും സിമ്പിളായിരിക്കും. വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്ക് പെട്ടെന്ന് ഒരു കരിയർ എൻട്രിലോട്ട് പോവുകയും ചെയ്യാം. അത്രയും ഡ്യൂറേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. എൻ്റെ വീട്ടിൽ നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, നിന്നെ കൂടെ ഇതൊക്കെ പറ്റുമോ എന്നുള്ളത്. ഫാമിലി മൊത്തം എനിക്കെതിരായിരുന്നു. അന്ന് ആ സമയം എല്ലാവരും എതിരായി നിന്നപ്പോൾ എനിക്കതൊരു വാശിയായി മാറി. അപ്പോൾ എല്ലാവരും പറയും ഫുൾ ടൈം 12 hours 14 hours ഒക്കെ പഠിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോകും. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ഭയങ്കര കമാൻഡ് വേണോ? എന്താണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നതാണ് ചോദിക്കുന്നത് എന്നറിയാനുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ പൊട്ടിയെന്ന് വെച്ചിട്ട് ഫെയിലായി എന്ന് വെച്ചിട്ട് പിന്നെയും ഫെയിൽ ആവണം എന്നുള്ളൊരു ഇതില്ല. ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയവരുണ്ടാവും, ചിലപ്പോൾ രണ്ടാമത്തെ തവണ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, മൂന്നാമത്തെ തവണയായി നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ ട്രൈ ചെയ്യുന്നിടത്തിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാവുള്ളൂ. കോഴ്സ് നിർത്തി പോകുന്നവരൊക്കെ ഉണ്ടാവും, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉള്ളവരോട് എന്താണ് പറയുള്ളത്? അങ്ങനെയുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ അങ്ങനെ നിർത്തി പോകുന്ന ഒരാളാണ്. ട്രിപ്പിളയുടെ യൂട്യൂബ് ചാനൽസിൽ അറൗണ്ട് 20 വീഡിയോസ് നമ്മൾ ഫാക്കൽറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഞാനായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ എന്നേക്കാൾ പ്രായം കൊണ്ട് മൂത്ത കുറേ ആൾക്കാരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ബഹുമാനത്തോടെ കരുതുന്നത്. ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കൂടെ ഉള്ളത് ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു സ്റ്റുഡൻറ്റിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് ആക്ച്വലി വി ഹാവ് എ ഫാക്കൽറ്റി ഹിയർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ CMA USA കംപ്ലീറ്റ് ചെയ്ത് ടീച്ചിങ്ങിൽ കയറി കിടക്കുന്ന ജോലി ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ എങ്ങനെ പ്രൊഫഷണൽ ആകാം എന്നുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഇന്നിവിടെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ നിഹാദ് സാറിനെ. വെൽക്കം. താങ്ക് യു. നമ്മൾ CMA US എന്ന കോഴ്സ് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കരിയറിലേക്ക് ലാൻഡ് ചെയ്യണം, ഒരുപാട് കാലഘട്ടം എനിക്ക് പഠിക്കാനില്ല എന്ന് പറയുന്ന കുട്ടികൾക്കാണ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഏൺ ചെയ്ത് തുടങ്ങണം എന്നുള്ളതായിരിക്കും മിക്കവാറും അവരുടെ ലക്ഷ്യം, CMA USA സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർക്ക്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രോനെ സംബന്ധിച്ച് ഒരു 22 വയസ്സാകുമ്പോഴേക്കും CMA USAയുടെ ബോത്ത് പാർട്ട് ക്വാളിഫൈഡ് ആയി ടീച്ചിങ് എന്ന ഒരു പ്രൊഫഷനിലേക്ക് കടന്ന ആളാണ്. അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്ലാനിങ് എന്ന് എനിക്കറിയേണ്ടത്. അതായത് എപ്പോഴാണ് ഈ CMA USA എന്നുള്ള ഐഡിയ വരുന്നത്? ഇങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളൊരു ഐഡിയ പുറത്ത് തന്നെയാണ് എടുത്തത്, അതോ ചില ആൾക്കാരെ ചിലപ്പോൾ പ്ലാനിങ് ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് പെട്ടുപോയതും പക്ഷെ പിന്നീട് നമ്മൾ ഹാപ്പി ആയിട്ടത് കംപ്ലീറ്റ് ചെയ്തായിരിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു CMA USAയിലേക്കുള്ള എൻട്രി? എങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്തത്? എത്ര സമയമെടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ? നമ്മളെപ്പോഴും പറയാറുണ്ട് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയേണ്ടത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അക്കൗണ്ട്സിലോട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നതിലുപരി അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ മാനേജറിയൽ പോസ്റ്റ് മീൻസ് ആ ഒരു ലെവലിലോട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ +2 ആയിരുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് കിട്ടി. ക്ലാസ്സിൽ വന്നിട്ട് ഒരു ടീം വന്ന് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അന്വേഷിച്ച് +2 കഴിയുന്ന സമയത്ത് അപ്പോൾ അന്ന് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഒരു ദിവസം ക്ലാസ്സിനും പോയി. ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ എന്തായാലും ഡിഗ്രി വേണം. അപ്പോൾ ഡിഗ്രി ചെയ്തിട്ട് ഇത് ചെയ്യാം, എനിക്ക് രണ്ടും കൂടെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിഗ്രി ചെയ്തിട്ട് ഓക്കെ ഡിഗ്രി കുഴപ്പമില്ലാണ്ട് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പോലും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിഗ്രി ചെയ്തു. എന്നിട്ട് CMA അന്നാണ് ഞാൻ ആദ്യം ഞാൻ CMA ഇന്ത്യ ആയിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ CMA USA എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിനേക്കാളും ലെങ്ത്ത് കുറവാണ്, ഡ്യൂറേഷൻ കുറവാണ്, 2 പാർട്ടുള്ളൂ പഠിക്കാൻ. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, CMA USA ചൂസ് ചെയ്തു. എന്നിട്ട് ഒരു 1 year കോഴ്സായിരുന്നു അത്. 1 year കൊണ്ട് 2 പാർട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതായത് തൊട്ടടുത്ത വിൻഡോയിൽ തന്നെ ഞാൻ എക്സാം എഴുതി. സിംഗിൾ ആയിട്ടാണ് എഴുതിയത്, ബോത്ത് ആയിട്ടല്ല. അങ്ങനെ എഴുതി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചിങ്ങിലോട്ടൊരു എൻട്രി കിട്ടിയത്. അങ്ങനെ ഞാൻ ടീച്ചിങ്ങിലോട്ട് കയറി. അപ്പോൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് നമുക്ക് അതിന്റെ പഠനം പൂർത്തിയാക്കാം. നന്നായിട്ട് പഠിച്ച് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വലിയ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ പാസ്സാവാൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ജീവിക്കുന്ന എവിഡൻസ് എന്നൊക്കെ പറയാം. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ കുട്ടിയോട് ചോദിക്കാറുണ്ട്, സാർ അങ്ങനെ പറ്റുമോ, ശരിക്കും പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പണിയെടുത്താൽ
അത് പോസിബിൾ എന്തായാലും പറ്റും. കാരണം ഒരു 1 ഇയർ പഠനം എന്ന് പറഞ്ഞാൽ അത് പഠനമായിരിക്കണം. എന്നാലേ ഈ ഒരു 1 to 1.5 ഇയേഴ്സിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1 ഇയറിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ചെയ്ത് അന്നേരം പഠിച്ചു പോവുക. പിന്നെ നമ്മളത് മറക്കോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. പഠിച്ചു പോയാൽ അതവിടെ എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2.5 മന്ത്സ് നമുക്കത് റിവൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ ഒരു ടൈം മെഷീൻ കിട്ടി ഒന്ന് +2ലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ, പക്ഷേ CMA USA എന്താണെന്ന് ഇപ്പോൾ ഒരു നോളജ് ഉണ്ടല്ലോ, ആ നോളജോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴാണ് എടുത്തു തരുന്നെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ചെയ്യുമായിരുന്നോ? എന്തായാലും ചെയ്യും. കാരണം ഈ ഡിഗ്രിക്ക് എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് കുറച്ചും കൂടെ ടോപ്പിക്സും കൂടെ ആഡ് ആയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു CMA USA പഠിക്കുന്നത്. അപ്പോൾ CMA USA പഠിക്കുന്ന ഒരാൾക്ക് ഡിഗ്രി അത്രയും സിമ്പിളായിരിക്കും. വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു കരിയർ എൻട്രിലോട്ട് പോവുകയും ചെയ്യാം. അത്രയും ഡ്യൂറേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ അറിയാലോ ഡിഗ്രി 3 വർഷം 4 വർഷം അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമുക്ക് എന്തായാലും കുറക്കാൻ പറ്റും. ഓക്കെ. സാധാരണ ട്രിപ്ലൈയിലെ ഫാക്കൽറ്റീസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാറിനാണ് വിളിക്കുക. 2 കാര്യം കൊണ്ട്. ഒന്ന്, കുട്ടികളൊക്കെ അധ്യാപകർ നമ്മൾ സാറിനാണല്ലോ വിളിക്കാറുള്ളത്. 2, പ്രായം കൊണ്ടും ഞാൻ കുറച്ച് ബഹുമാനിക്കടിച്ച് വിളിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ബ്രോ എന്ന് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ ആ ഹാപ്പിനെസ്സിലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ CMA USA ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് വലിയ ടാസ്ക് അല്ല. കാരണം ഡിഗ്രീനേക്കാൾ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ്, BCom ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3 വർഷം നമ്മൾ BCom പഠിക്കുന്നതിനേക്കാൾ കുറച്ച് ടഫുള്ളൊരു കോഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ, ഇത് പിന്നെ നേരത്തെ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഉള്ള ഡൗട്ട് ഇതായിരിക്കും, അപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ലേണിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞ കുറേ +2 വരെ ഒന്നും അത്ര നല്ല മാർക്ക്, സോക്കോൾഡ് നല്ല മാർക്ക് വാങ്ങിയ ആളല്ല. എന്നെ സംബന്ധിച്ച് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ഇതിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ വന്നാൽ നന്നാവുക? ഇതിന് മുൻപ് അവർ വാങ്ങിയിട്ടുള്ള മാർക്കാണോ ഇതിനുള്ളൊരു അടിസ്ഥാനം? ഓക്കെ, ഇത് പലർക്കും വരുന്നൊരു ഡൗട്ടാണ്. പലരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നൊരു പോയിൻ്റാണിത്. ഇതിലിപ്പോൾ CMA USAക്ക് നിങ്ങളൊരു അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണ്. ഇപ്പോൾ കൊമേഴ്സിൽ നിന്ന് വന്നവരായിക്കോട്ടെ, സയൻസിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഏത് സ്ട്രീമിൽ നിന്ന് വന്നവരായിക്കോട്ടെ, അവിടെ മാർക്കും പ്രശ്നമല്ല. ഇപ്പം എനിക്ക് +2 ഏകദേശം ഒരു 70% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡിഗ്രിക്ക് 64% മാർക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളത്. ഫാമിലി മൊത്തം എനിക്കെതിരായിരുന്നു. അന്ന് ആ സമയം എല്ലാവരും എതിരായി നിന്നപ്പോൾ എനിക്കതൊരു വാശിയായി മാറി. അപ്പോൾ പിന്നെ ഇതെന്തായാലും എടുത്തിട്ട് തന്നെ ഇനി ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചതായിരുന്നു. പക്ക ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു CMAക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും പഠിച്ചു പോകും. ഇനി ആരും പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ രീതിയിലും പോകും. മനസ്സിലായി. അപ്പോൾ സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഡിഗ്രിക്കും നമ്മൾ ആ ഒരു ഇപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലാത്ത കളിച്ച് നടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നോ അതിനനുസരിച്ചിരിക്കും. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളി ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു എക്സാം കഴിയുന്ന ഒരു ഇൻറ്റേർണൽ എക്സാം കഴിയുന്ന സമയത്ത് തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഇത്ര മാർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പേടിയില്ലാത്തവനാണെങ്കിലും ഒന്ന് പേടിക്കും. കാരണം ഇത്രയും ഫീസും കൊടുത്തിട്ട് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ആൾക്കാരാണല്ലോ. എന്തായാലും അങ്ങനത്തെ ഒരു എയിമോട് കൂടി വരുന്ന ആൾക്കാരെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരും. അതായത് നമ്മുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിലെ മാർക്ക് കുറവ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വരാതിരിക്കേണ്ട. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് ഒന്ന് മാറ്റേണ്ടി വരും. അതൊരു അതുവരെ പഠിച്ച രീതികൾ മാറ്റിയിട്ട് അതായത് നമ്മൾ ഒരു വേറൊരു സ്റ്റേജിലോട്ട് മാറുകയാണ്. പിന്നെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക്സ് ഒക്കെ കേൾക്കുമ്പോൾ ആകെ പേടിയായി തുടങ്ങും. നോർമലി എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു പ്രശ്നമാണത്. ഓക്കെ, ആദ്യത്തെ 2 മാസം ഞാൻ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, സാർ എനിക്കിത് പറ്റുമോ, എനിക്ക് എന്നെക്കൊണ്ട് താങ്ങുന്നില്ല, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ പഠിച്ചൊരു രീതിയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റാണ്. അവിടെ നമ്മൾ പഠിച്ചിരുന്നത് ഇപ്പോൾ +2 ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, എക്സാമിൻ്റെ തലേന്ന് മാത്രമേ പഠിക്കുള്ളൂ. ബാക്കി വെറുതെ ക്ലാസ്സിന് അറ്റൻഡൻസിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. എക്സാമിൻ്റെ തലേന്ന് മാത്രം പാസ്സാവാനുള്ളത് മാത്രം പഠിച്ചു പോകുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ക്ലാസ് പീരീഡ് എപ്പോഴാണോ ആ ടൈം ഫുള്ള് നമ്മൾ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഠിത്തം വേണം, അതിൻ്റെ കൂടെ നമുക്ക് റിലാക്സേഷൻ്റെ ഒരു ടൈമും കൂടെ വേണം. അപ്പോൾ ഇപ്പോൾ
എല്ലാവരും പറയും ഫുൾ ടൈം 12 ഹവേഴ്സ് 14 ഹവേഴ്സ് ഒക്കെ പഠിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോകും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എടുക്കുമ്പോൾ അത് അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോവുക, അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് അന്ന് പോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുക. അത് ആ ഒരു ടൈം ഇപ്പോൾ 9 to 5 ആണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ ആ 9 to 5 അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒരു 1 hour ഒക്കെ ഇരുന്നാൽ മതിയാവും. അതിൽ കൂടുതൽ മീൻസ് നമ്മൾ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ ടൈമിലോട്ട് റിവിഷനിലോട്ട് പോയാൽ മതി. ആ ഒരു രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് CMAOS കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു. ഇതിൽ പ്രാക്ടീസ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവിടെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളൊരു സംഭവം ഇല്ല. നമ്മൾ ഏത് ടോപ്പിക് ആയിക്കോട്ടെ അത് കാണാപ്പാഠം പഠിക്കുകയല്ല, നമ്മളത് ചെയ്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അതിലാണ് നമുക്ക് ഇതൊരു അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ആണ് ഇതിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതെ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഇംഗ്ലീഷ് അത് CMA-USA പേരിൽ തന്നെ USA ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ടുള്ള ഗ്രിപ്പ് ഉണ്ടെങ്കിലാണോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു ക്വസ്റ്റ്യൻ. 2, കരിയർ ഗ്രോത്തിന് ഇംഗ്ലീഷ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ഭയങ്കര കമാൻഡ് വേണോ, എന്താണ്? ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് ഞാൻ അത്ര ആയിരുന്നില്ല, ഇപ്പോഴും അല്ല. പക്ഷേ ഇംഗ്ലീഷ് അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ല. ബേസിക് നോളജ് ഉണ്ടായാൽ മതി. കാരണം നമ്മൾ ചെറിയൊരു ഭാഗം നമ്മൾ ഇംഗ്ലീഷ് നമ്മളെ ഗ്രാമറും കാര്യങ്ങളൊക്കെ നോക്കുക, അത്ര അറിഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ഒരു സെന്റൻസ് എഴുതാൻ എന്തായാലും ഒരു ആൾക്കറിയാം. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നതാണ് ചോദിക്കുന്നത് എന്നറിയാനുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നു. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതിൽ ഒരു സാധാരണ ഒരു BCom പാസ്സാവുന്ന അത്രയും ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ബ്രോ ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ Part 1 Part 2 ക്ലിയർ ചെയ്ത ആളാണ്. ചിലപ്പോൾ ഇതിന് പറ്റാത്ത ആൾക്കാരുണ്ടാവാം. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പല ആൾക്കാർ ആ പോയിന്റ് ഡിസപ്പോയിൻറ്റഡ് ആവും. ഇത് നമ്മൾ ട്രിപ്പിൾ കാണുന്നതാണ്. ചിലപ്പോൾ LKG മുതൽ +2 വരെയും ഡിഗ്രിക്കും ഇതുവരെ ഒരു പ്രധാന പരീക്ഷയ്ക്ക് തോൽക്കാത്ത ആൾക്കാർ ആദ്യമായിട്ടൊരു തോൽവി നേടുന്ന ചിലപ്പോൾ ഇവിടെ വരുമ്പോഴായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് കുട്ടികളെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ പഠിച്ച ആ ഒരു സംഭവം അല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അച്ചീവ് ചെയ്തോണമെന്നുണ്ടാവില്ല. തോൽക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമേ അല്ല. കാരണം ചിലപ്പോൾ നമ്മൾ 5 മാർക്കല്ല, നമ്മളൊരു അവിടെ 10 മാർക്കിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ 10 മാർക്കിന് ചിലപ്പോൾ 20 മാർക്കിനൊക്കെ ആയിരിക്കും തോൽക്കുന്നുണ്ടാവുക. അതൊരു വിഷയമല്ല. പക്ഷേ ആ ഒരു തോൽവിയിൽ നമ്മളവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ പോയി, പിന്നെ നമ്മളെ കൈക്കൊന്നും പോയി. ആ ഒരു ടൈമിൽ തന്നെ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് തന്നെ പിന്നെ വീണ്ടും നമ്മൾ ആദ്യം നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. തോറ്റ് കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ്ലി ഫെയിൽ എന്നല്ല, നമ്മൾ അതൊരു ജസ്റ്റ് ഫേസ് മാത്രമാണ്. അത് വീണ്ടും റീട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അച്ചീവബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ അടുത്ത് എഫേർട്ട് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യാം. അത് നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്താണോ മനസ്സിലാവുന്നത്, ഇപ്പോൾ ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നില്ല, മെൻറ്റേഴ്സ് പറഞ്ഞു തരുന്നില്ല, നമുക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത്, നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, അത് വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ ഇൻ കേസ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിലും ആ ഷോർട്ട് നോട്ട്സ് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയോ, അത് വെച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ട്രൈ ചെയ്താൽ എന്തായാലും പാസ്സാവും, അത് ഉറപ്പാണ്. കാരണം ഒന്ന് നമ്മൾ പൊട്ടിയെന്ന് വെച്ചിട്ട് ഫെയിലായി എന്ന് വെച്ചിട്ട് പിന്നെയും ഫെയിൽ ആവണം എന്നുള്ളൊരു ഇതില്ല. ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയവരുണ്ടാവും, ചിലപ്പോൾ രണ്ടാമത്തെ തവണ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, മൂന്നാമത്തെ തവണ കാര്യം നമ്മൾ കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ ട്രൈ ചെയ്യുന്നിടത്തിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് കരിയറിൽ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും ആ CMA-USA എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ട് പാസ്സായില്ലെങ്കിൽ കുട്ടികൾക്ക് ഡിസപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, അതായത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 1 or 2 months ഇതിലേക്കൊന്ന് ജെല്ലപ്പോൾ ഉള്ള സമയത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ടെന്നുള്ളത്. ഇത് കാരണം ചിലപ്പോൾ ഈ കോഴ്സ് നിർത്തി പോകുന്നവരൊക്കെ ഉണ്ടാവും, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉള്ളവരോട് എന്താണ് പറയുള്ളത്? അങ്ങനെയുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ. ഞാൻ അങ്ങനെ നിർത്തി പോകുന്ന ഒരാളാണ്. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എടാ എനിക്കിത് പറ്റുന്നില്ല, കാരണം കോർപ്പറേറ്റ് ഫൈനാൻസ് ആണ്, എനിക്ക് താങ്ങുന്നില്ല, ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രഷർ ആവുകയാണ്. പക്ഷേ അതും ഞാൻ മനസ്സിലാക്കിയത്, എന്നോട് പറഞ്ഞത്, ഇത്രയും നമ്മൾ പഠിച്ചു, ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ഫണ്ട് വേസ്റ്റ് ആവുകയാണ്, എൻ്റെ ടൈം വേസ്റ്റ് ആവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ പഠിച്ച ആ ഒരു മെത്തേഡല്ല ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു
ആ ഒരു ട്രാൻസിഷൻ്റെ ബുദ്ധിമുട്ടുകൾ, മടി, ഇതെല്ലാം അവിടെ മെയിൻ കാരണമായിട്ട് വരുന്നത്. പഠിക്കാൻ നമ്മൾ എന്തായാലും പഠിക്കും, കാരണം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ, ആ നമ്മളെ മുന്നത്തെ സ്റ്റേജിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിങ്ക് ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇനി പുതിയൊരു രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. അത് ഇപ്പോൾ നമ്മൾ ആ ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ വന്നപ്പോഴുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ള ഞാൻ എന്നുള്ളത്. കാരണം അന്ന് ചിലപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇരുന്നാലും ഒരു ക്വസ്റ്റ്യൻ വായിച്ച്, അത്രയും വലിയ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ ഒരു ഹോക്ക് പോലത്തെ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളെടുത്ത ടൈമൊക്കെ കാണിക്കും. അപ്പോൾ ആ ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഫസ്റ്റിൽ അത്രയും ടൈം എടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ അത്ര കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ തീർക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് കാണുന്ന +2 പഠിച്ച് ഇത് കഴിഞ്ഞിട്ട് CMA USA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഇവർ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി എന്തൊക്കെയാണ് പഠിക്കുന്നത്? എനിക്കിങ്ങനെ ഭയങ്കര സബ്ജക്റ്റുകളുടെ പേര് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ജനറലി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിപ്പോൾ ഒരു BCom പോകുമ്പോൾ നമ്മൾ ലാംഗ്വേജ് അടക്കം കുറേ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ശരിക്കും ഇതിന് അകത്തുള്ളത്? ഓക്കെ, ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കമ്പനീൻ്റെ അസറ്റ്സ് എത്ര, ലയബിലിറ്റീസ് എത്ര എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ കമ്പനീൻ്റെ പൊസിഷൻ എന്താ, കമ്പനി ഇപ്പോൾ ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയുന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ, അതായത് കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റും, അതിനെങ്ങനെയൊക്കെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ US GAAP പ്രകാരം എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് നടത്തേണ്ടത്, ഒരു കമ്പനീൻ്റെ കോസ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും, എവിടെയൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിനെന്തൊക്കെ സൊല്യൂഷൻസ്, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷത്തോടും നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ആ ബഡ്ജറ്റ് ചെയ്തതും നമ്മളിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ കുറച്ച് തിയറി പോർഷൻസ് വരുന്നുണ്ട്, അത് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിലവിൽ AI അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു മെമ്പർ ആയിരിക്കെ നമ്മൾ പാലിക്കേണ്ട കുറേ എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സിലബസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരു കമ്പനിയെ സംബന്ധിച്ച് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റെ റോൾ എത്രമാത്രം വലുതാണെന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഒരു ഇൻവെൻട്രി മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ്, ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നോർമലി അത് റെക്കോർഡിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിലുപരി CMA എന്ന് വരുമ്പോൾ അതിൻ്റെ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻസ്, റിപ്പോർട്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളോട് അവിടെ വരും. അപ്പോൾ മാനേജേഴ്സിന് ആവശ്യമായി, മാനേജേഴ്സിന് നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാനേജേഴ്സിന് അത് കാര്യമില്ല. മാനേജേഴ്സിന് റിപ്പോർട്ടാണ് ആവശ്യം. ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് നമ്മളായിരിക്കും. ഓക്കെ, ആൻഡ് മുന്നോട്ട് പോകുന്തോറും കരിയർ ഗ്രോത്ത് കുറച്ചുകൂടി സ്പീഡപ്പ് ആയിരിക്കും. സാധാരണ ഒരു BCom കഴിഞ്ഞ അക്കൗണ്ടന്റിനേക്കാൾ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നതാണ്. നമുക്ക് GCCയിലൊക്കെ ഭയങ്കര എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യം നോർമലി അക്കൗണ്ടൻ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ ജസ്റ്റ് നോക്കുമല്ലോ എങ്ങനെയൊക്കെയാണ് ജോലിൻ്റെ മാർക്കറ്റ്, ജോബ് മാർക്കറ്റ് എങ്ങനെയൊക്കെ നോക്കിയ സമയത്ത് തന്നെ ഈ ഒരു CMA USA എന്നുള്ളൊരു ടാഗ് ഉള്ളതുകൊണ്ടുകൂടി ഞാനിപ്പോൾ അവിടെ ഞാൻ എന്താണോ സ്റ്റാർട്ടിങ്ങിൽ ഏൺ ചെയ്തിരുന്നത് അതിനെ 3 times ആയിരുന്നു എനിക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂജ് ഡിഫറൻസ്, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് CMA USA കഴിഞ്ഞ ഒരാൾ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഒബ്വിയസ്ലി പുറത്തു പോയാൽ കൂടും, പക്ഷേ ഇന്ത്യക്കകത്ത് അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഇന്ത്യക്കകത്ത് മെയിനായിട്ട് MNCയിലാണ് നമുക്ക് എക്സ്പോഷർ വരുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ് MNC ആണ് കൂടുതലായിട്ട് നമ്മൾ ഹയർ ചെയ്യുന്നത്. ഇപ്പോൾ ഡെലോയിറ്റ്, EY, KPMG അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. ഓഡിറ്റിംഗ് ഫേംസിലൊക്കെയാണ്. പിന്നെ ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ സബ്സിഡറീസോ ഫ്രാഞ്ചൈസീസോ ഉണ്ടാവുന്ന സമയത്ത് CMA USA കഴിഞ്ഞ ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ളതുണ്ടോ? ഇപ്പോൾ CMA USA നമ്മൾ JD-യിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ റിക്വയർമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് CMA USA കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവർ അങ്ങനത്തെ ആ രീതിയിലുള്ള കാറ്റഗറി ആൾക്കാരെ തന്നെ എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ CMA USA കഴിഞ്ഞ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകനായിട്ട് കയറുന്നു. അപ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ അതിന് മുൻപ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഏൺ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ഇങ്ങനെ ക്വാളിഫൈ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ടീച്ചിങ് കരിയറിലേക്ക് വന്ന് CMA USAൻ്റെ പാർട്ട് ടൈമിന് ശേഷം ആദ്യം കിട്ടുന്ന സാലറി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതുകൊണ്ട് എന്താണ് ചെയ്തത്? വീട്ടുകാർക്കൊക്കെ ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അധ്വാനിക്കുമ്പോൾ നമ്മളെ വീട്ടുകാർ കാണുന്ന രീതി ഒന്നും മാറുമല്ലോ, പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? 2 കാര്യങ്ങൾ.
ഓക്കെ, മുന്നേ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്, ആ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അപ്പം അതിന് ശേഷമൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു CMA USലോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായി അധ്വാനിച്ച് കാശ് ഉണ്ടാക്കുന്നതിന് സുഖം ഓൾറെഡി അറിയാമായിരുന്നു. അറിയായിരുന്നു അത് നമുക്ക്. നമ്മൾ അത്രയും ചെറുപ്പ പ്രായത്തിൽ തന്നെ കാരണം നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് നല്ല പഠിക്കുന്ന സമയത്ത് ഒരുപാട് പൈസൻ്റെ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാകും. കോളേജിൽ നിന്ന് ട്രിപ്പ് പോകാനോ ഔട്ടിങ്ങിന് പോകാനൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഏണിങ്സ് ഉണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ CMA കഴിഞ്ഞ് ജോലിക്ക് കയറിയതിന് ശേഷം സ്റ്റാർട്ടിങ് സാലറി തന്നെ കുറച്ച് നോർമലി കിട്ടുന്നതിനേക്കാളും, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് കയറുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടുകാരും ഭയങ്കര ഹാപ്പിയായി. ഇതിലെ പാർട്ട് 1 പാർട്ട് 2 2 എക്സാമേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ആഹാ കൊള്ളാം. കാരണം ഈ CA CMA CS മറ്റു കോഴ്സുകൾ നോക്കുമ്പോൾ അവിടെ കുറേ എക്സാംസ് ഉണ്ട്, ഇവിടെ 2 പാർട്ടേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഈ 2 പാർട്ടിനകത്ത് പല സെക്ഷൻസ് ഉണ്ട് എന്നുള്ളതൊന്നും പലർക്കും അറിയാറില്ല. അപ്പോൾ നമുക്ക് എക്സാംസിനെ കുറിച്ചൊന്ന് പറയാം. അതായത് എത്ര എക്സാംസ് ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, എത്ര സമയം എടുക്കാറുണ്ട്, ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണോ, തുടങ്ങിയ എക്സാമിൻ്റെ ഒരു പാറ്റേണും സ്ട്രക്ചറും എന്ന് പറയും. ഓക്കെ, നമുക്കിപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആകെ ഒരൊറ്റ സബ്ജക്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഈച്ച് പാർട്ടിലും നമുക്ക് 6 സെക്ഷൻസ് വരുന്നുണ്ട്. 6 ഏരിയാസ് ആണ്, ഓരോ ബിസിനസ്സിൻ്റെ ഓരോ ഏരിയാസ് ആണ് ഈ 6 എണ്ണം. അങ്ങനെ മൊത്തം 12 ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണ് 2 പാർട്ടായിട്ട് വരുന്നത്. ഓരോ പാർട്ടിനും നമുക്ക് 4 മണിക്കൂറിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. 3 മണിക്കൂർ MCQ ഉണ്ടാവും, അതൊരു 100 MCQ ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ essay ക്വസ്റ്റ്യൻസ് എന്നുള്ള ടാഗിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു ഐ തിങ്ക് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ മുതലാണ് തോന്നുന്നു അത് കേസ് സ്റ്റഡി എന്നുള്ള രീതിയിലോട്ട് മാറുന്നുണ്ട്. അതിനി അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ആൻസേഴ്സ് ആണ്. അതെ, ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലേ? ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മുതൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എന്നുള്ള രീതിയിലല്ല പോകേണ്ടത്. പഠിക്കുമ്പോഴേ നമ്മൾ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പഠിക്കണം. MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെ പോകണം. അപ്പോൾ ആദ്യത്തെ ഒരു 100 MCQ അതിൽ ഒരു ഇത്ര ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ essay വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ അവിടെ പാളിയാൽ essay വിൻഡോ ഓപ്പൺ ആവില്ല. അതിന് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഒരു കേൾക്കുന്നത് ഇങ്ങനെയാണ്, ഒരു 50% ഓക്കെ ആൻസർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ essay വിൻഡോ ഓപ്പൺ ആവും എന്നുള്ള രീതിയിലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മനസ്സിലായി എന്നുള്ള രീതിയിലാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈനസ് ഉണ്ടോ എന്നുള്ളത്, അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളത്. അതില്ല ഇവിടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ എന്താണോ എഴുതിയിട്ടുള്ളത് അതും അങ്ങനെ പോകും. നെഗറ്റീവ് മാർക്ക് ഒരിക്കലും ഇല്ല. ഓക്കെ, അതിൻ്റെ ഒരു മിനിമം എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ക്വാളിഫൈ ആവുക? നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 500 ആണ്. അതിൽ 360 എന്തായാലും ഓക്കെ ഉണ്ടാവണം. 500-ൽ 360. 72% കിട്ടേണ്ടതാണ്. ഈ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഇപ്പോൾ essay ആണ് ഇനി കേസ് സ്റ്റഡി ആവാൻ പോകുന്നത്. അതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് പറയുന്നത് എന്താണ് ശരിക്കും കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇതുവരെയുള്ള essay വിൻഡോ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യം ഒരു പാരഗ്രാഫ് വരും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ രീതിയിലാണ് നമ്മൾ essay ക്വസ്റ്റ്യൻസ് വരാം. ആ രീതിയിൽ എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് ആൻസർ അതിലുണ്ടാവും. ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, ആൻസർ നമ്മളായിട്ട് ചെയ്യണം. essay വിൻഡോ ഒക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ MCQ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനത്തെ ആൾക്കാർക്ക് തന്നെ ഈ essay ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ MCQ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇത് പല ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സിനാരിയോ പോലെ തന്നിട്ട് ആ സിനാരിയോ വായിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, എന്നിട്ട് അത് നമ്മളെ നോളജ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ടീച്ചിങ്ങിലേക്ക് വരുന്ന ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് നല്ല ജോലി അപ്പുറത്ത് ഉണ്ടാകുമ്പോഴും ടീച്ചിങ്ങിലേക്ക് വരുന്നത് ഒന്ന് ഇതുകൊണ്ടുള്ള പാഷൻ കൊണ്ടായിരിക്കും, ടീച്ചിങ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ടീച്ചിങ്ങിലേക്ക് ഇത് പാർട്ട് 1 പാർട്ട് 2 ക്വാളിഫൈ ആയതിനു ശേഷമാണോ വന്നത്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻഡ് വൈ ടീച്ചിങ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു പാഷൻ ആയതുകൊണ്ട് തന്നെയാണ് ടീച്ചിങ്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം, ഒരുപാട് ഇൻട്രാക്ഷൻസ്, നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം, അങ്ങനത്തെ കുറേ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ടീച്ചിങ് കരിയർ? ടീച്ചിങ് ഞാൻ രണ്ടാമത്തെ എക്സാം പാർട്ട് 2 എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അങ്ങനെ ടീച്ചിങ്ങിലോട്ട് കയറിയതിന് ശേഷമാണ് ശരിക്ക് റിസൾട്ട് വന്ന് ക്വാളിഫൈ ആവുന്നത്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ ട്രിപ്പിൾ ഐയുടെ ഫാക്കൽറ്റി പൂൾ എടുക്കുന്ന സമയത്തും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റി മുതൽ ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു വലിയ അസറ്റാണ്.
പക്ഷെ അതേ സമയം തന്നെ ഇതിലുള്ള എല്ലാ ഫാക്കൽറ്റീസും കുട്ടികളെ അറിഞ്ഞു പഠിപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. നമ്മൾ അതേ ജനറേഷൻ ആകുമ്പോൾ അവർക്ക് എന്താ വേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതെ. അപ്പം നമ്മളും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം എങ്ങനെയൊക്കെ കിട്ടിയാലാണ് നമുക്കത് ബെനിഫിറ്റ് ആവുക എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ. എനിക്ക് തോന്നുന്നു 2 തരത്തിൽ വർക്ക് ഉണ്ടാവല്ലോ. ഒന്ന്, ഇവരുടെ മൈൻഡ് സെറ്റ് നമുക്കറിയും. ഇപ്പം നമ്മളൊരു കാര്യം തമാശ പറയുമ്പോൾ ഇത് വർക്കാവോ ഇല്ലേ എന്നുള്ളത് ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണല്ലോ. അതൊന്ന്. 2, എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ സെഷൻ എടുക്കാൻ പോയിട്ട് 10-20 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട സിനിമയെ കുറിച്ചൊക്കെ റെഫറൻസ് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇരിക്കാറുണ്ട്, ഏത് സിനിമ നമ്മളിത് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ഈ ചെറിയ പ്രായത്തിൽ സെറ്റിലാവുക അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് ആക്ച്വലി. പല കുട്ടികളും ഇതൊക്കെ പരസ്യവാചകങ്ങളിൽ മാത്രമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കും എന്ന് കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിൽ സന്തോഷം. അപ്പോൾ ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ പൊസിഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.